മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദേവാലയത്തിലെ പൂജിതവേദിയിൽ ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാ. പാപിയെ കാത്തിരിക്കുന്ന ദൈവം പാപപരിഹാര ബലിയിലൂടെ, പാപിയെ കാത്തിരിക്കുന്ന ദൈവം പാപപരിഹാര ബലിയിലൂടെ പാവനദേഹവും തൻ രക്തവും ഭക്ഷണപാനീയമായേകുന്നു. പാവനദേഹവും തൻ രക്തവും ഭക്ഷണപാനീയമായേകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, പരിശുദ്ധ മാതാവിന് ചേർന്ന് വിശുദ്ധ പിതാവ് ചേർന്ന് ഈ ബലി നമുക്ക് പിതാവായ ദൈവത്തെ അർപ്പിക്കാം. ഇന്ന് ലോകം മുഴുവൻ വിശുദ്ധ അപ്പോസ്തലനായ ബർത്തലോമയുടെ തിരുനാൾ ആഘോഷിക്കാം. ഗലീലിലെ കാനായിൽ കർത്താവ് പ്രത്യേകമാംവിധം തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനാണ് ബർത്തലോമിയ. അദ്ദേഹം ഇന്ത്യയുടെ വടക്കിഴക്കൻ പ്രദേശങ്ങളിലും മെസൊപ്പൊട്ടാമിയയിലും അർബേനിലെല്ലാം ഈശോയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച വലിയ വിശുദ്ധ. അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ തൊലി പോലും ശത്രുക്കൾ ഉലിഞ്ഞെടുത്താണ് അദ്ദേഹം മരണത്തിന് വിധേയമാകുന്നത്. ഈശോയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ടില്ല. ഈ പരിശുദ്ധമായ ബലി നാം അർപ്പിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ വലിയ മാതൃക കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറാകുന്ന വലിയ ശിശു. ഈ അപ്പോസ്തലൻ്റെ പരിശുദ്ധാത്മ നിറവ് നമുക്ക് ലഭിക്കാൻ ഈ ബലിയെ പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ കർത്താവായ ഈശോ തൻ്റെ അടുക്കലേക്ക് വരുന്ന നത്താലിയിലേക്ക് കണ്ടു പറയുന്നു, ഇതാ ഒരു യഥാർത്ഥ സ്നാനികൻ, ഇയാൾ യാതൊരു കാപട്യവുമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത്തിമരത്തിലെ ചുവട്ടിൽ വെച്ച് ഫിലിപ്പോസിനെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ നടപ്പും ഇരിപ്പും കിടപ്പും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളെല്ലാം കർത്താവ് അറിയുന്നു. സങ്കീർത്തനം 139. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഹൃദയവിചാരങ്ങൾ പോലെ അറിയുന്ന കർത്താവ്, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ വഴിയെ സഞ്ചരിക്കുവാൻ, അപ്പോസ്തലനെ പോലെ വിശുദ്ധമായ ജീവൻ നയിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മ നിറവ് നൽകണമെന്ന് ഈ ബലിയർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പ്രത്യേകിച്ച് ശ്രീജിത്ത് എന്ന മകൻ്റെ രോഗസൗഖ്യത്തിനായി, അനിൽ എന്ന മകൻ്റെ ജോലിയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാണ്, അനൂസ് സ്വരൂപ് എന്നീ ദമ്പതികളെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. തോമാസ് ഷെർലി, ഷാരോഷയും ആശാഹാരി, ദിവ്യ സാബുറ്റാനിയ പോൾ, സന്ധ്യയും അഞ്ച്, സുസ്മിത, നവോമി, തനിഷ്ക, നെൽസൺ നടാഷ്, ഷൈന, ജോജോ, നിഖില. പ്രത്യേകമാംവിധം ബേസിൽ ബെഞ്ചമിൻ, മൗളി വിവാഹ വാർഷികദിനാഘോഷം അനുഗ്രഹിക്കണമേ. അശോക്, രശ്മി, അജു. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടുന്ന പ്ലസി, ആൻ്റണി, ദാസ്, ബീന, മൊയ്ബിൻ, അമേയ, കെവിൻ, അലീന, റോയ് കർത്തയെടുത്ത്, അഗസ്റ്റിൻ ജോസി, അജിത്, ദിഷ, ജവാന, ജവാക്കി, മനോബ്, നവീൻ, ജോൺ, തിരുനാൾ, സന, സന്ദീപ്, സുജിത്, എൽസി, ജോ പെരേര, ആഷ്ലി, ലോറൻസ്, നിക്സൺ, ജോർജ്, ഫെദിയ, മെഗിയൽ, അന്ന, ഗ്ലാഡിയാസ്, ജോർജ്, എലിയമ്മ, മാത്യു. പ്രത്യേകമാംവിധം മാത്യു വർഗീസ്, ജോൺ ജോർജ്, ഓളി ജോർജ്. ഇവരെല്ലാവരും നിയോഗങ്ങൾ, ജോസഫ് മർജർ നിയോഗങ്ങൾ ഇവരെ സമർപ്പിക്കാം. മരണമടിഞ്ഞ് പോയിരിക്കുന്ന ഡാനിയൽ, ഉത്സവം, മറിയം, കൊച്ചുകുറുത്, സബേത്ത്, തോമസ്, സബേത്ത്, പിരോണി, പത്രോസ്, റോസക്കുട്ടി, ദേവസ്യക്കുട്ടി. പ്രത്യേകമാണ് മഡോണ ഫ്രാൻസിസ്, ജോസഫ്, മേരി മാനാട്ട്.
ലിബോറിയസ് ബ്രീത്ത സേവ്യർ എല്ലാ നിയോഗങ്ങളും ഇവരെ സമർപ്പിക്കും. കരങ്ങൾ പോകാം. പാപങ്ങൾ തെറ്റുകൾ ഒരുമിച്ച് ഏറ്റുവരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വേഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ ഇതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയെ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തപ്പെടുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകദൈവത്തിന് കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ പിതാവിന്റെ പുത്ര, ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിന്റെ വലത്ത് ആദരിക്കുന്ന ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പസ്തലനായ വിശുദ്ധ ബർത്തലോമിയ അങ്ങേ പുത്രനെ വിശ്വസ്ത മനസ്സോടെ ആശ്ലേഷ വിശ്വാസം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളാൽ അങ്ങേ സഭ സകല ജനങ്ങൾക്കും രക്ഷയുടെ പ്രകാശം തീരുമാനം അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. കർത്താവിന്റെ വഴികൾ നിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്.
കർത്താവേ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി അങ്ങേ വിശുദ്ധ സംസാരിക്കും. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധമായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു? അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിലെ യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിന് എന്തെങ്കിലും നന്മയുണ്ടോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുക്കിലേക്ക് വന്ന് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസേ, നിന്നെ വിളിക്കുന്നുണ്ട്. നീ അത്തിമരത്തിൽ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേൽ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൽ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിച്ചു? അല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നീ സ്വീകരിക്കണമേ ഉപഹാരമേ കരുണാമയനേ, നീ ദൈവമേ, അങ്ങയുടെ വിധത്തിൽ ജീവന്റെ വിശുദ്ധമായ സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. സർവ്വ സൃഷ്ടികളിൽ നാല് വാഴ്ത്തപ്പെടട്ടെ. തവ സ്നേഹമേ മനം നിറയാ സദാ കൃപാവരം പൊഴിയാ. തവ സ്നേഹമേ മനം നിറയാ സദാ കൃപാ. ദൈവമേ, അങ്ങയുടെ വിധത്തിൽ ആത്മീയം പാനീയം വിശുദ്ധമായി ഇവയെ ഞങ്ങൾ സ്വീകരിക്കാൻ സമർപ്പിക്കുന്നു. സർവ്വ സൃഷ്ടികളിൽ നാല് വാഴ്ത്തപ്പെടട്ടെ. സ്വീകരിക്കും തവ പ്രീതിയ പരനേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമയുടെ തിരുനാൾ ആഘോഷവും അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണല്ലോ ഞങ്ങൾ ഈ സ്വാസ്ത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നത്. ഈ വിശുദ്ധന്റെ മധ്യസ്ഥയിൽ അങ്ങേ സഹായം പ്രാപിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് ഹൃദയങ്ങൾ ഉയർത്തുക. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. വിശിഷ്യ അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും. നിത്യനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. ധനരായ അപ്പോസ്തലന്മാരെ വഴി നിരന്തര സംരക്ഷണം നൽകി കാത്തു പരിപാലിക്കുന്നു. അങ്ങനെ അതേ പാലകരമെന്ന് നയിക്കപ്പെട്ടു അങ്ങേ പുത്രന്റെ പ്രതിപക്ഷന്മാരെ ഇടയന്മാരെ നയിക്കുവാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകിയത്. ആകയാൽ എല്ലാ ദൂതന്മാരോടും എല്ലാ വിശുദ്ധന്മാരോടും എല്ലാ മാലാഖമാരും ചേർന്ന് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ
നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകടങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാകില്ല, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം വീണ്ടും അങ്ങേക്ക് കൃത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് വെച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കണം. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കും. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർന്നത് കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ അങ്ങത്ര ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോ, ഞങ്ങളുടെ അധ്യക്ഷനായ ജോസഫ് പ്രതിഫലം പിതാവ്, മറ്റെല്ലാ പത്രാന്മാർ, വൈദിക സന്യാസികൾ, ആത്മാവിനെ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹം വാർഷികം ആഘോഷിക്കുന്നവരെ, മോളെയും ബേസിലെയും കുടുംബത്തെയും മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകം ഒന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുക. ശ്രീജിത്ത്, അശ്വിൻ, അശോക്, അഖിൽ, അനിൽ, അനു, സ്വരൂപ് മക്കളെയും എല്ലാവരും നിയോഗങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ ഔഷപിതാവ് അപസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമൊത്തും ഇന്നത്തെ തിരുനാളിന് കാലവനായ വിശുദ്ധ ബർത്തലോമിയോടും മറ്റെല്ലാ വിശുദ്ധം ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളെ ഉത്ബോധനം ദിവ്യോപദേശകൾക്ക് നിർഭയം ഏറ്റുവയ്ക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിക്കണമേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഏറ്റുവയ്യുന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളെ ഏറ്റവും ക്ഷമിക്കണമേ. ഞങ്ങളെ ബലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, എന്തിനെ രക്ഷിക്കണമേ. കർത്താവ് എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാണ് അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷകളും അങ്ങേ കരുണയുടെ സഹായത ഞങ്ങളെല്ലാവരും ശക്തി വായിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാക്കി എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നങ്ങ് അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെ ലഭിക്കുക
അങ്ങയെ സഭയുടെ വിശ്വാസം നൽകണം. അങ്ങയെ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചൊടിയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കഥായ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കഥാവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കണം. ദൈവകുഞ്ഞാട് വിളിച്ചടക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ പരിശുദ്ധാത്മാവായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കും. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനറിയുന്നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടുമെന്നുമേ ഞാൻ സ്തുതിച്ചിടുമങ്ങയെ. തിരുഹിതമാണെനിക്കു ഏകപാതയെന്നും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ആഘോഷിച്ചു ഞങ്ങൾ സ്വീകരിച്ച നിത്യരക്ഷപ്പം ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഞങ്ങൾക്ക് ഒന്നും വലിയ സഹായമായി തീരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിത്യയാം കന്യകൻ വല്ലഭൻ നീ, സർവേശൂരുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാത നാദരാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയമിച്ചു. തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകരുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്ത പിതാവ്, ദൈവജനനയുടെ വിരക്ത ഭർത്താവുമായ യേശുപിതാവ്, കുടുംബങ്ങൾ സംരക്ഷകൻ, തൊഴിലാളികളെ മാതൃക, നന്മന മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയത് ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും യേശുപിതാവിന്റെയും പരിശുദ്ധമായ കാൽക്കാലം സമർപ്പിച്ചു ഒരുമിച്ച് പറ്റിയെല്ലാം ഭാഗ്യപ്പെട്ട അങ്ങിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മകളും കാര്യങ്ങൾ കോപ്പി കണ്ണുകളുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ദൈവജനത്തിന്റെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായി
ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങ് രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മാർന്ന മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ ഇപ്പോഴും നീക്കാമേ. ദൈവത്തിൻ തിരുസുധനേ, പോറ്റി വളർത്തിയ താതാ, പിഞ്ചുകിടാങ്ങളാം ഞങ്ങളനാഥരായി കേഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ കർത്താവേ, തൊഴിലാളികളെ രോഗികളുടെ ആശ്രയമേ, ലോകപാപങ്ങൾ നയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നയിക്കുന്ന ദൈവത്തിന്റെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകരുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധീകാമരിയുടെ ഭർത്താവായി പിതാവിനെ തിരഞ്ഞെടുക്കാൻ തിരുമനസ്സായ ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥനായിരിക്കാൻ കൃപയുണ്ടായിരിക്കും. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധനും നമ്മുടെ സഹായം കർത്താവേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവെയാണ് പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശത്തിന് ആശിഷമായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്തുവിധ ആവശ്യപ്പെടാനും മധ്യസ്ഥയായിരിക്കുന്നത് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരും ഹൃദയ സമാധാനം സ്വർഗീയ അനുഗ്രഹം ശാരീരികാരോഗ്യം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി വരേണ്ടതായിരുന്നു. നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. മോക്ഷ കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാം ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ സുന്ദരമായ ദിവസം മുഴുവനും അങ്ങ് നൽകിയ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന ദൈവമേ, ഈ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ മകളായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈ ധന്യമായ അങ്ങയുടെ സാന്നിധ്യത്തോട് നന്ദി പറയുന്നു. കർത്താവെ, സാഹചര്യത്തിലേക്ക് രാത്രി അഗ്നിസമമായി പകൽ മേഘസമമായി അവരെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ
പാത്രത്തിലായി 7 മഹാമാരികൾ. 7 മഹാമാരികളോടൊപ്പം തന്നെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആവഹിക്കുന്നു. അവിടെ ദേവാലയത്തിന് 12 കവാടങ്ങൾ, കിഴക്ക് 3, വടക്ക് 3, തെക്ക് 3, പടിഞ്ഞാറ് 3, അങ്ങനെ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. കർത്താവേ, ഇന്ന് വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അങ്ങയ്ക്ക് വേണ്ടി സ്വജീവൻ പോലും രക്തസാക്ഷിത്വമാക്കി മാറ്റിയ ഈ വലിയ വിശുദ്ധന്റെ അപ്പോസ്തലന്റെ തിരുനാളിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കണം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഓ കർത്താവേ, അങ്ങയുടെ മകനായ ഞങ്ങളെല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ. ജീവിതത്തിലെ സഹനങ്ങള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള് ആട് സുവിശേഷ പ്രതി ഏറ്റെടുക്കാനുള്ള കാര്യത്തെ ബലം ഞങ്ങൾക്ക് നൽകണമേ. ആലപിക്കാം, ആരാധിക്കാം. കർത്താവായി ശിവകലേക്ക് ഫിലിപ്പോസ് നത്താലിനെ കൊണ്ടുവരുന്നു. അദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നിയമോപദേശം വരുന്നു. ഈ നത്താലിയിലെ കർത്താവ് പറയുന്ന ഒരു യഥാർത്ഥ സഹകാരി. ഇയാൾ യാതൊരു കാപട്യമില്ല. നിഷ്കളങ്കമായ, പരിശുദ്ധമായ, പരിപാവനമായ ജീവിതം. മനസ്സിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ അതിരങ്ങളിലോ ഹൃദയവിചാരങ്ങളിലോ തെറ്റുകൾ പറ്റാത്ത മനുഷ്യനാണ് നത്താലിയൽ. അതുകൊണ്ടാണ് യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇയാൾ യാതൊരു കാപട്യമില്ല. പ്രിയമുള്ളവരെ, മനസ്സും ഹൃദയവും ചിന്തയും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധമാകട്ടെ. കാപട്യമില്ലാതെ, പ്രത്യേകിച്ച് പൊയ്മുഖങ്ങളില്ലാതെ നമ്മൾ എന്തായിരിക്കണം അത് ദൈവത്തിൻ്റെ കാരുണ്യവും. രാത്രിയും പകലും പ്രത്യേകിച്ച് അസ്തമനയോ പ്രഭാതവും കർത്താവിശോയെ ഞങ്ങളുടെ ജീവിതം ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും ചിന്തകളും എല്ലാ വാക്കുകളും എല്ലാം അറിയുന്ന കർത്താവ്. ഞങ്ങൾ നടപ്പും കിടപ്പും ചിരിപ്പും എല്ലാം അറിയുന്ന ഈശോയെ, എല്ലാം മനസ്സിലാക്കുന്ന ഈശോയെ, ഞങ്ങളെ ഉള്ള പോലെ അറിയുന്ന ഈശോയെ, ഞങ്ങളുടെ മനസ്സ് പോലെ അറിയുന്ന ഈശോയെ, ഞങ്ങളെ മുഴുവനുമായി അറിയുന്ന ഈശോയെ ഞങ്ങളെ ആരാധിക്കണം. ഫിലിപ്പോസിനോട് നത്താലിയോട് പറഞ്ഞല്ലോ, നീ അത്തിമരത്തെ ചൂടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടുവന്നു. ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടുവന്നു. കർത്താവേ, അമ്മയുടെ ദുരുവാരം മുമ്പേ ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ. ജോലി സംബന്ധമായ പ്രമോഷൻ പ്രാർത്ഥിക്കുന്ന അല്ലെന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വരൂപത്തിൻ്റെ മകന് വേണ്ടി, അനു എന്ന മകൾക്ക് വേണ്ടി, കർത്താവ് ശ്രീജിത്തിന്റെ മകന് വേണ്ടി, അശ്വിൻ എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശുപത്രിയെല്ലാം കൊറോണ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓരോ മക്കളും കരുണയായിരിക്കണം. കർത്താവ് എല്ലാ രോഗികളെയും ഈ ആരാധന പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സ്പർശിക്കണമേ. അങ്ങയെ തൊടാനും അങ്ങ് സ്പർശിക്കാനും അങ്ങയുടെ വാക്കിന് വേണ്ടി കാതൊരുക്കുന്ന എല്ലാ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി ചൊരിയണമേ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനേ, മേരി തൻ വിരക്ത കാതനേ, തൃക്കുടുംബനാഥനേ,